അവൾ ഇവിടുന്ന് പോയാ വൈജ തിരിച്ചു വരുമെന്നും ഈ കുടുംബം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും അലീനയ്ക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് അവള് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അവളെ തടയാൻ ഞാനാര്? ഇവിടുന്ന് പോയാ പിന്നെ എങ്ങോട്ട് പോവും? അതിനാണ് നമ്മൾ പോകുന്നത്. നാളെ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നിന്റെ വഴിക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് നമുക്ക് അവളെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇറക്കിവിടാൻ പറ്റത്തില്ലല്ലോ. അവക്കൊട്ടും വിഷമങ്ങളൊന്നും ഉണ്ടാകാത്തൊരു സ്ഥലത്ത് എത്തിക്കണം. അലീന പോയി കഴിഞ്ഞാ ബാലേട്ടന് പിന്നെ ടെൻഷൻ ആവുമല്ലോ. ആകും. അതാടോ എന്റെ വിഷമം. സത്യം പറഞ്ഞ ഞാൻ വീണു പോകേണ്ട പലയിടത്തും എന്നെ താങ്ങി നിർത്തിയത് അവളായിരുന്നു. ഈ കുടുംബം തകർന്നു പോകാതെ നെടുന്തൂണായിട്ട് നിന്നതും അവളാ. എന്റെ മക്കളെ വേണ്ടതുപോലെ സംരക്ഷിച്ച് കൂടെ നിർത്തിയത് അലീനയാ. അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ, സാരമില്ല, പോകുന്ന പോലെ പോട്ടെ. താൻ നാളെ 2-3 ദിവസത്തേക്കുള്ള യാത്രയ്ക്കുള്ളതൊക്കെ കരുതിക്കൊണ്ട് വന്നേക്കണം. ശരി. ആ, പിന്നെ നമ്മൾ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. ശരി. ഇത്ര പെട്ടെന്ന് തീർന്നോ കൂടിക്കാഴ്ച? ഒരു യാത്രയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. ദൂരയാത്രയാണല്ലേ? അതെ. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലേ? അത് സീക്രട്ടാ. എന്നാ പറയണ്ട, അച്ഛന്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്നും പറയാം. ഞാൻ ബാലേട്ടന്റെ സെക്രട്ടറി ഒന്നുമല്ല. സെക്രട്ടറി അലീനയല്ലേ? ബാലേട്ടൻ അങ്ങനെ ഒരു സ്ഥാനം തന്നിട്ടുണ്ടായിരുന്നല്ലോ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അതൊക്കെ അച്ഛന്റെ ഓരോ തമാശ. ഇപ്രാവശ്യം തമാശയൊന്നുമില്ല, വളരെ സീരിയസാ. എനിക്ക് വേണ്ടിയായിരിക്കും ആ യാത്ര. എനിക്കതൊക്കെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ബാലേട്ടനെ അറിയത്തുള്ളൂ. ഞാൻ പോട്ടെ. ഹലോ മനുവേട്ടാ. ഹലോ, വെറുതെ ഇരിക്കണോ? ഫോൺ ചാടിയെടുത്തല്ലോ. ഞാനിവിടെ ഫോണിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തിരക്കിലല്ലായിരുന്നല്ലേ? കൊള്ളാം. എന്നാ പിന്നെ ഒരു കാര്യം സംസാരിച്ചാലോ? തിരക്കിലല്ലേ എന്ന് ചോദിച്ചാ, എന്നല്ലേ എനിക്കൊരു കാര്യം സംസാരിക്കണം. എന്നാ പിന്നെ അതങ്ങ് പറഞ്ഞാ പോരെ. ചുമ്മാ എന്നിട്ട് ഭയങ്കര ചോദ്യം ചെയ്യല്, തിരക്കാണോ അല്ലയോ എന്നൊക്കെ. ഒരു മര്യാദയുടെ പുറത്ത് ചോദിച്ചാണേ.
ഓ, മര്യാദ പുറത്ത് ചോദിച്ചതാണോ? ആ, ഉത്തരം തന്നേക്കാം. മര്യാദയുടെ പുറത്തെ. തിരക്കായിരുന്നു. തൽക്കാലം മനുവേട്ടനോട് സംസാരിക്കാനുള്ള സമയം ഞാൻ നീക്കി വെച്ചിരിക്കുന്നു. ഓ ആയിക്കോട്ടെ. പറ മനുവേട്ട, എന്താ കാര്യം? എന്നെ ബബിത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവൾ ആകെ ഒരു വിഷമത്തിൽ എന്നോട് സംസാരിച്ചേ. അവളെന്താ പറഞ്ഞ്? അവിടെ ഇന്നലെ നടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. അവിടുന്ന് പോകുന്ന കാര്യം, അലീന അങ്കിളുടെ മകളല്ലെന്ന് പറഞ്ഞ കാര്യം. ഇനി മനുവേട്ടൻ കൂടി പറഞ്ഞ ആ കോട്ടയങ്ങ് തീരും. പറഞ്ഞോ. കോട്ടയോ? അതന്നെ. അച്ഛനോട് അതിനെക്കുറിച്ച് ഒരു റൗണ്ട് സംസാരം കഴിഞ്ഞിരിക്കോ. ഇനിയുള്ളത് മനുവേട്ടനാ. ഓ അങ്ങനെ. ഞാൻ എന്നാ പറയാനാ? ഞാൻ എന്തേലും പറഞ്ഞാലും നിന്റെ തീരുമാനത്തിലോ പ്രവൃത്തിയിലോ എന്തേലും മാറ്റം ഉണ്ടാവോ? മാഡം ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ ഇവിടെ കാണാൻ പാടില്ല. അപ്പൊ എനിക്ക് ആകെ ആ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടുന്ന് പോവുക എന്നതാ. അത് ഞാൻ അവളോടും പറഞ്ഞു. നിങ്ങൾ ഇവിടെ വരെ വന്ന് ആന്റിയോട് സംസാരിച്ച് തോറ്റതേ. അതുകൊണ്ട് നിന്റെ തീരുമാനം റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ബാലേന്ദ്രങ്ങളുടെ കാര്യമാണ് അവളുടെ രണ്ടാമത്തെ പ്രശ്നം. നിന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള അവരുടെ അവസാനത്തെ അടവായിരുന്നു അത്. അതും പൊളിഞ്ഞോടെ ബബിത ആകെ ഡൗൺ ആയിപ്പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു അലീന ചേച്ചിയോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ എന്നോട് മുന്നേ തന്നെ നോ പറഞ്ഞു വച്ചേക്കുവാണ്. ഞാൻ ഇനി എന്നാ പറയാനാണ്? അച്ഛന്റെ കാര്യം പറയണോന്ന് ഓർത്ത് പറഞ്ഞതല്ല. രോഹിത്തിന്റെ അടുത്ത് പറയേണ്ടി വന്നു. പിന്നെ അത് അവളോടും കൂടെ പറയേണ്ടി വന്നു. അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. പിന്നെ അത് അവരോടും കൂടെ പറയേണ്ടി വന്നു. ഇനിയിപ്പോ എന്താണ് പ്ലാൻ? പോവാൻ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കണം. അതാണെന്ന് മനുവേട്ടനോട് പറഞ്ഞത്. പിന്നെ മാമച്ചൻ അങ്കിളിനോടും പറഞ്ഞു നോക്കണം. ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് മനുവേട്ട. ഞാൻ ഇവിടുന്ന് പോയാലുടൻ സത്യം മുഴുവൻ മാഡത്തിനോട് പറയുന്ന അച്ഛൻ പറഞ്ഞത്. അതോർത്ത് എനിക്കൊരു പേടിയുണ്ട്. അതെങ്ങനെ ആവൂന്ന്. അത് നേരത്തെ കാര്യല്ലേ. ആദ്യപടി ഇപ്പൊ നീ തീരുമാനിച്ച പോലെ നടക്കട്ടെ. അത് കഴിഞ്ഞുള്ളത് ഇപ്പൊ തടയാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. ആകെ നടത്താൻ പറ്റുന്ന ഡാമേജ് കൺട്രോളാ. അതപ്പോ നോക്കാം. ഞാനെന്നാ അടുക്കളയിലോട്ട് ചെല്ലട്ടെ മനുവേട്ട. ബബിതയും കൃഷ്ണയും കൂടെ എന്നതാ ഒപ്പിച്ചേക്കുന്നേ നോക്കട്ടെ. ഫോണും അവിടെ വരെ യാത്ര ചെയ്യത്തില്ലേ? ചെയ്യും. എന്നെനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. അനുവദിച്ച സമയം കഴിയാൻ പോവായിരുന്നു. ഇതും കൂടെ കേട്ടിട്ട് പോയാ മതി. അടുക്കള വരെ അങ്ങോട്ട് വരാം. ശരി, ആയിക്കോട്ടെ. പറഞ്ഞു. കൃഷ്ണമോളെ വിളിച്ചില്ലായിരുന്നോ നീ? വിളിച്ചായിരുന്നു. ഇപ്പഴേ പഴയ പോലൊന്നല്ല. ഞാനും കൂടി പണിയെടുക്കാൻ കൂടിയപ്പോഴേ ഭയങ്കര മടിച്ചയാ. കഴിക്കാനും മടിയാണോ അവൾക്ക്? അവളെ ഞാൻ വിളിക്കാലോ. ആഹാ. ഞാൻ പോയി വിളിക്കാം. ചേച്ചി വിടീതി. നീ ആളിടിച്ചുവല്ലോ. മര്യാദക്ക് നടക്കാൻ അറിഞ്ഞൂടെ? അതെന്നാ മനുഷ്യന്മാര് സ്പീഡ് നടക്കത്തില്ലേ? നീ എങ്ങനെയെങ്കിലും നടക്ക്. ഒരു തവണ വിളിച്ചാ പോരല്ലോ. താലപ്പൊലി എടുത്ത് വിളിക്കണായിരിക്കും. അങ്ങനെ വിളിച്ചാ കൊള്ളാട്ടോ. പറയുന്നു. അലീന ചേച്ചി എന്നെ രക്ഷിക്ക്. ബബി, നീ പോയി കൈ കഴുകിയിട്ട് വന്നേ. ഇവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. യൂട്യൂബ് ബ്രൂട്ടസി. നീ പോയി കൈ കഴുകിയിട്ട് വന്നേ. ബബി ഇങ്ങോട്ട് വന്നപ്പോ കൈയൊന്നു കൊണ്ടതാ. ഞാൻ കണ്ടു. നമ്മളെന്നാ ചെയ്താലും ആര് ചോദിക്കാൻ ആര് പറയാൻ. തുടങ്ങി രണ്ടാളും. ഇതെന്തോ ഇവിടെ ബഹളം? ഇല്ലേ കേക്കാലോ. എന്റെ പിള്ളേരെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാണോ അതോ നാട്ടുകാർക്ക് മുഴുവൻ കേൾക്കാനാണോ? അത് പിന്നെ അച്ഛ ഇവളുണ്ടല്ലോ എന്തിനാ. ഒന്ന് നിർത്താവോ രണ്ടുപേരും? അതെ, അച്ഛൻ ഒരു ഹൃദ്രോഗിയാണെന്നറിയാലോ. സമയത്തിന് കഴിച്ചില്ലെങ്കിലേ വീണ്ടും ആരോഗ്യ പ്രശ്നമാവും. ഞാൻ പോയി കൈ കഴുകി വന്ന് വല്ലതും കഴിച്ചോട്ടെ.
ഞാനൊന്നിനും ഇടപെടുന്നില്ല. നിങ്ങളായി, നിങ്ങളുടെ പാടായി. നീയല്ലേ ഡേടേ, ശ്ശേ, അയ്യേ, എനിക്ക് അറ്റാക്കുള്ള സൗണ്ട് ഒന്ന് കുറച്ച വലിയ ഉപകാരം. ഒരു ദോശ ഇങ്ങെടുത്തറ. ഒന്ന് മതിയോ? ആ, വേണോ? ഞാനൊരു 2-3 ദിവസം ഇവിടെ കാണത്തില്ല. ഒരു യാത്ര പോവാ ഗോവർദ്ധന്റെ കൂടെ. എവിടേക്കാ അച്ഛാ? അത് ഞാൻ വന്നിട്ട് പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ട് നീ പോകുന്നതിന് മുമ്പ്. 1-2 ആൾക്കാരെ കാണണം. എല്ലാം തിരിച്ചു വന്നിട്ട് പറയാം. അച്ഛനപ്പ തിരിച്ചു വരും? 3 ദിവസമെങ്കിലും എടുക്കും. ചിലപ്പോ അതിന് മുമ്പും വരും. അച്ഛൻ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, ഗോവർദ്ധനുണ്ട്. കുറച്ചധികം ഡ്രൈവ് ചെയ്യാനുണ്ടേ. ഒറ്റയ്ക്കുള്ള യാത്ര ഇപ്പൊ പറ്റത്തില്ല. ഞാൻ കൂടെ വരണ അച്ഛാ. ഇത് കൊള്ളാലോ. ഇത്രയും ചോദ്യങ്ങളോ? എനിക്കൊരു സ്ഥലത്ത് പോണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണോ? പിന്നല്ലാതെ അതൊക്കെ വേണം. ഓ, അപ്പൊ അങ്ങനെയാണോ ഇവിടുത്തെ പുതിയ നിയമസംഹിത? ആരാ എഴുതിയേ? അതെല്ലാരും എഴുതിയിട്ടുണ്ട്. സുലോചനയോട് ഞാൻ ഇവിടെ നിൽക്കാൻ പറയാം. വേണ്ട അച്ഛാ, ഞങ്ങൾ എല്ലാരും ഇവിടെ ഇല്ലേ, പിന്നെന്തിനാ? എന്നാ വേണ്ട. അല്ല, സുലോചനയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെങ്കിൽ ഇങ്ങോട്ട് വന്നോളാം പറ. അവക്ക് പേടിയൊന്നുമില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമല്ലേ? അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞേ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാ സമ്മതിക്കോ? ചോദിക്കുന്നേ, എന്തിനിങ്ങനെ സ്റ്റാർട്ട്? എന്തോ പ്രശ്നമുള്ള കാര്യമാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഖവരെയൊക്കെ ഇട്ടിട്ട്. അച്ഛൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇവരെയും കൊണ്ട് രേവതിക്കുട്ടിയുടെ അടുത്ത് പൊയ്ക്കോട്ടെ? ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണോ എല്ലാരും കൂടെ? അല്ല, ഇപ്പോ അച്ഛൻ പോവാന്ന് പറഞ്ഞപ്പോ. അതെന്നാ പെട്ടെന്ന് പോകണോന്നൊരു തോന്നൽ? എനിക്ക് വയ്യാണ്ടായി കിടന്നപ്പോ അവളിങ്ങോട്ട് വരാനിരുന്നതാ. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. അസുഖം മാറുമ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന്. അതിന് എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാ? വെറുതെ എല്ലാരും കൂടെ ഒരുമിച്ചൊരു യാത്രയാവൂലോ എന്ന് ഓർത്തിട്ടാ. അത് വേണ്ട മോളെ, അവർക്കൊരു ബുദ്ധിമുട്ടാവും. രേവതി കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒരു പങ്ക് നിനക്കൂടെ തരുമ്പോ നമ്മളത് മിസ്യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ അവളോട് വിളിച്ചു ചോദിക്കട്ടെ, ഞങ്ങൾ എല്ലാരും കൂടെ വരുന്നതില് ബുദ്ധിമുട്ടുണ്ടോന്ന്? ഓ ഫസ്റ്റ് നിന്റെ രേവതി കുട്ടി കേട്ട പാതി കേക്കാത്ത പാതി അവളെങ്കി പോന്നോളാൻ പറയും. അവക്ക് ഇടം വല്ല നോക്കാനില്ലല്ലോ. മാമച്ചൻ അങ്കിളിനോടും ഗ്രേസ് ആന്റിയോടും ചോദിച്ചിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മിസ്യൂസ് ചെയ്യരുതെന്ന്. നന്മയുള്ളവരോട് അമിത സ്വാതന്ത്ര്യം എടുക്കണോ? രേവതി കുട്ടിയും നിന്നെ കോർത്ത് അവർ സമ്മതിച്ചേക്കാം. ഉള്ളിലൊരു ഇത്തിരി അനിഷ്ടം ഉണ്ടായാലോ? എന്നെ പോലീസ് പിടിച്ചപ്പോ രക്ഷിക്കാൻ വേണ്ടി അവരെ അലീന ചേച്ചി വിളിച്ചപ്പോ ഓടി വന്നതല്ല അച്ഛാ. അന്ന് അലീന ചേച്ചിയും പോലീസ് പിടിച്ചപ്പോ ഒറ്റ വിളി. അന്നവർ ഹെൽപ്പ് ചെയ്തില്ലേ? രോഹിയുടെ കാര്യത്തിലും അച്ഛൻ ചെന്നപ്പോ അവർ സപ്പോർട്ട് ചെയ്തില്ലേ? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ പ്രതിഭാഗത്ത്. നിങ്ങൾ എല്ലാവരും എതിർഭാഗത്തായോ? ഞങ്ങൾ ന്യായത്തിന്റെ സൈഡാ. ഓ
ഇപ്പൊ രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് എല്ലാവരെയും കൂടെ കൊണ്ടുപോയാൽ നിനക്ക് സമാധാനം ആവുമോ? അച്ഛന് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അത് ശരിയാ, എല്ലാം എന്റെ താല്പര്യമാണല്ലോ അല്ലേ. നിനക്ക് മാത്രമേ വേണമെങ്കിൽ പോവാം. വേണ്ട, എനിക്ക് പോണ്ട. എന്നാ വേണ്ട, പോണ്ട. ഞങ്ങൾക്ക് പോണം. അപ്പൊ പ്ലാൻ അല്ലാന്ന് പറഞ്ഞോ? ഇപ്പൊ പ്ലാനിട്ട് പോണോന്ന്. ആ ദേ പോവാനുള്ളവരൊക്കെ കൈപൊക്കെ. ഇനിയിപ്പൊ നീയായിട്ട് പൊക്കാതിരിക്കണ്ട, പോയിട്ട് വാ. എല്ലാവരുടെയും പൊതുജന താല്പര്യം അതാണെങ്കിൽ നടക്കട്ടെ. കമലെടുത്തി